ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിംബോ ഉണ്ടാക്കുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ നെയിംബോ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സംഭവങ്ങളാണ് ഞാനിതിൽ കാണിക്കുന്നത്. B7000 ഗ്ലൂ വേണം, പിന്നെ ബീഡ്സ് നെയിംബോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ആൽഫബറ്റ്സ് ബീഡ്സാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഡിസൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനത്തെ മോഡൽ വേണം നമുക്ക് യൂസ് ചെയ്യാം, അവരുടെ ചോയ്സ് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ബീഡ്സുകൾ മോഡലിലുള്ള ബീഡ്സുകളൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഡിസൈനുള്ള ഇതുപോലെ നല്ല ഭംഗിയുള്ള ബീഡ്സുകൾ. ഇതൊക്കെ നമ്മൾ ഈ നെയിം ബോ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെയിമിൻ്റെ സൈഡിലിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ഗ്ലിറ്റർ ട്യൂബ്, ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈ ഗ്ലിറ്റർ ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബോ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് അളവിന് കട്ട് ചെയ്യാം. നമുക്കിതിലൊരു ഉദ്ദേശ അളവ് പറയാൻ പറ്റത്തില്ല, കാരണം ഓരോരുത്തർക്കും നെയിം വ്യത്യാസമായിരിക്കില്ലേ. നല്ല ലെന്തിയുള്ള നെയിമായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നെയിമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയ പരമായിട്ട് അളവനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേറെ എക്സ്ട്രാ ബീഡ്സ്, ഭംഗിയുള്ള ബീഡ്സൊക്കെ നമ്മൾ എക്സ്ട്രാ നെയിം ബീഡ്സ് അല്ലാണ്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഗ്ലിറ്റർ ട്യൂബ് മതിയാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേരനുസരിച്ചിട്ട് നമ്മൾ ആ ബീഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം, ഗ്ലിറ്റർ ബീഡ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ തീർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു മോളുടെ ഒരു നെയിം ബോയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ആ പേര് അനുസരിച്ച് സ്പെല്ലിംഗ് തെറ്റാതെ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ ബോയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോയില്ലേ, ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ കടകളിലാണെങ്കിൽ 4-5 രൂപയൊക്കെ ആവും, പക്ഷേ ഓൺലൈനാണെങ്കിൽ 2 രൂപ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഓർഡർ തെറ്റിക്കാണ്ട് നല്ല അടുക്കി ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, തീർത്ത നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഭംഗിക്ക് ഇതിപ്പോൾ ഞാൻ ഒരു ലവ് ഷേപ്പിൻ്റെ ഒരു ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. 2 സൈഡിലും സെയിം അതുപോലത്തെ ബീഡ്സ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ ഏത് ബീഡ്സ് വയ്ക്കണം, ബട്ടർഫ്ലൈ ബീഡ്സ് വയ്ക്കണോ അങ്ങനെ വയ്ക്കാം. പിന്നെ ലവ് ബീഡ്സ് തന്നെ ഒരു 2-3 വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഞാൻ ലവ് ബീഡ്സ് വെച്ചിട്ട് പിന്നെ ബട്ടർഫ്ലൈയുടെ ബീഡ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരുപോലത്തെ കളർ സെലക്ട് ചെയ്ത് സൈഡിൽ 2 സൈഡിൽ ഒരുപോലെ വയ്ക്കണമല്ലോ, അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടിരിക്കും. അങ്ങനെ ഈ ബട്ടർഫ്ലൈ ബീഡ്സ് 2 സൈഡിലും സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള ബീഡ്സ് ഇടാം. വേറെ ഞാൻ ബീഡ്സിൻ്റെ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കിപ്പം ഇതിപ്പോൾ റൗണ്ട് പോലത്തെ വേറൊരു ഡിസൈനുള്ള ബീഡ്സാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേറെ കൂടുതൽ വേണമെങ്കിൽ ബീഡ്സ് വയ്ക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രേ വയ്ക്കുന്നുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഗമ്മ് തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗി കുറവ് കാണും. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് B7000 ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലിറ്റർ പീസ് ഈ സൈഡിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, കണക്ട് ചെയ്ത് 2 സൈഡ് ഒരുപോലെ ഇരിക്കണം കേട്ടോ, എന്തോ ഓരോ സൈഡ് കയറി ഇറങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അളവനുസരിച്ചിട്ട് ചെയ്യുക. അതിന് ബാക്കി ഒരു കുഞ്ഞു ഭാഗമല്ലേ, അതിനെ നമ്മൾ എൻഡ് ബീഡ്സ് എന്നാണ് പറയുന്നത്. ഇതിന് ഈ എൻഡ് ബീഡ്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാതൊക്കെ വേദനിക്കും. അപ്പോൾ ഈ ഒരു എൻഡ് ബീഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കാത് വേദനിക്കാണ്ട് ചെവി വേദന വരത്തില്ല, നല്ല ഭംഗിയും കാണും, ഒരു ഫിനിഷിങ് കാണും. ഇതല്ല ബാൻഡ് പോലത്തെ നമുക്ക് കറുത്ത ബാൻഡ് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിലും നമുക്ക് ചുറ്റിയെടുക്കാം. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നുന്നത് ഈ എൻഡ് ബീഡ്സാണ്. നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണോ ഉപയോഗിക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു നെയിം ബോ ചെയ്തെടുത്താൽ കണ്ടില്ലേ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് കമൻ്റൊക്കെ സെൻഡ് ചെയ്യുക, അഭിപ്രായം പറയുക. ഇനി ഞാൻ ഇതുപോലത്തുള്ള വീഡിയോസ് ഇടണമെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.